ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ സാജിറ്റേറിയസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സ് റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവുന്ന മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. അപ്പോൾ സാജിറ്റേറിയസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ് മെസ്സേജ് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്, ആൻഡ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതാണ് ഈ റീഡിങ്ങിൽ നമ്മൾ നോക്കാൻ പോണത്. അതല്ലാണ്ട് എൻഡിൽ ഈ പേഴ്സണിൻ്റെ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ അതും നമ്മൾ നോക്കും. അപ്പോൾ എൻഡ് വരെ ഈ വീഡിയോനെ നോക്കുക. അപ്പോൾ സാജിറ്റേറിയസ്, നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 6 of Wands. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എംപ്രർ. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് സ്ട്രെങ്ത്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് മജിഷ്യൻ. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? നൈറ്റ് ഓഫ് കപ്സ്. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വേൾഡ്. ഈ പേഴ്സണിൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3 of Wands. ആൻഡ് ഇവിടെ ഉണ്ട് 2 of Pentacles. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ സമയത്ത് എന്താണ്? ജഡ്ജ്മെൻറ്റ്. ഈ പേഴ്സണിൻ്റെ ഓവറോൾ എനർജി നിങ്ങൾക്ക് വേണ്ടിയിട്ട് പേജ് ഓഫ് സോർഡ്സ്. അപ്പോൾ ഇത് കുറച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം കാർഡ്സ് ശരിക്കായി കാണാൻ പറ്റും. അപ്പോൾ സാജിറ്റേറിയസ്, ഇവിടെ ഞാൻ ജഡ്ജ്മെൻറ്റ് കാണുന്നു, നിങ്ങളുടെ ഓവറോൾ എനർജി. ഇതൊരു ഒരു സിറ്റുവേഷൻ്റെ എൻഡ് ആൻഡ് ഒരു പുതിയ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. നിങ്ങൾ പാസ്റ്റിൻ്റെ എന്തെങ്കിലും നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെന്ന് വെച്ചാൽ അതിനെ നിങ്ങൾ റിലീസാണ് ചെയ്യണത്. ഒരു ലെറ്റ് ഗോ ചെയ്യണ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. നിങ്ങൾ സറണ്ടർ ചെയ്തിരിക്കണു എന്നുവെച്ചാൽ നിങ്ങൾക്ക് പറ്റണ എല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരിക്കണു. നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും നിങ്ങൾ ഓൾറെഡി കുറേ എഫേർട്ട് ഇട്ടിരിക്കണു, കുറേ നിങ്ങൾ ട്രൈ ചെയ്തു ഒരു റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആക്കാൻ. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മൾക്ക് അത്ര എഫേർട്ട് ഇടാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഡെസ്റ്റിനിയിലേക്കാണ് കാര്യങ്ങൾ വിട്ട് കൊടുക്കേണ്ടത്. നിങ്ങൾ ഓൾറെഡി അത് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ എവിടെയോ സറണ്ടർ ചെയ്തിരിക്കണു. അത് ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഭാഗം ഞാൻ പ്ലേ ചെയ്തു, ഇപ്പോൾ എന്താ യൂണിവേഴ്സ് ഡിസൈഡ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അങ്ങനെ ഞാൻ ഒരു സറണ്ടറിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജി പേജ് സോഡ്സ് ആണ്. അപ്പോൾ പേജ് സോഡ്സ് ഒരു കുറേ ഇൻക്വിസിറ്റീവ് എനർജിയാണ്, ഒരു കുറേ ക്യൂരിയസ് പേഴ്സൻ്റെ എനർജിയാണ്. ഇത് ചില കേസസിൽ ഒരു ഗോസിപ്പിൻ്റെ എനർജി ആയിരിക്കാം. ഇല്ലെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ടാവും, നിങ്ങളെ സോഷ്യൽ മീഡിയയിൽ സ്റ്റോക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ എനർജിയാണ് ഞാൻ കാണുന്നത്. കുറേ ഒരു യങ്ങർ പേഴ്സൻ്റെ എനർജിയാണ് എനിക്ക് കിട്ടുന്നത്. അപ്പം മേ ബി ഈ പേഴ്സൺ നിങ്ങളെക്കാട്ടിലും ഏജ് വൈസ് യങ് ആയിരിക്കാം. അതാവണം എന്നില്ല, പക്ഷെ കുറേ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ഈ പേഴ്സൻ്റെ ഉള്ളിൽ. അപ്പോൾ 6 of Wands ആണ് നിങ്ങളുടെ എനർജി, നിങ്ങളുടെ സൈഡിൽ എനർജി. അപ്പോൾ 6 of Wands ഒരു കുറേ പോപ്പുലർ പേഴ്സൻ്റെ എനർജിയാണ്. ഇത് നിങ്ങളുടെ എനർജി ആയിരിക്കാം, ഓറൽസ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി ആയിരിക്കാം. മേ ബി നിങ്ങൾ ഈ പേഴ്സണെ അങ്ങനെയാണ് കാണുന്നത്, ഒരു പോപ്പുലർ പേഴ്സൺ. അവർക്ക് കുറേ അറ്റൻഷൻ കിട്ടാറുണ്ട് വേറെ ആൾക്കാരുടെ അടുത്തുനിന്ന്. അതല്ല ചെയ്ത് നിങ്ങളുടെ എനർജി ആയിരിക്കാം. നിങ്ങൾക്ക് വേറെ കുറേ ആൾക്കാർ നിങ്ങൾക്ക് അറ്റൻഷൻ തരുന്നു, നിങ്ങളൊരു സ്പോട്ട് ലൈറ്റിലാവണ എനർജിയാണ് ഞാൻ കാണുന്നത് 6 of Wands. ഈ പേഴ്സൻ്റെ എനർജി നൈറ്റ് ഓഫ് കപ്സ്. അപ്പോൾ ഈ പേഴ്സൺ കുറേ ഒരു റൊമാൻറ്റിക് ടൈപ്പ് ഓഫ് പേഴ്സൺ ആയിരിക്കാം. അവർ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കണു, ഫ്ലേർട്ട് ചെയ്യണു. ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കുറേ ഒരു പോപ്പുലർ ഫേസിലാണ്. അപ്പോൾ ഈ പേഴ്സൺ അല്ലാണ്ട് വേറെ ആൾക്കാരും നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, മേ ബി ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ട്. മെസ്സേജ് ചെയ്യണില്ല വെച്ചാലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ലൈഫിനെ കുറിച്ച്, നിങ്ങളുടെ കൂടെ അവർക്ക് ഒരു പൊട്ടൻഷ്യൽ റിലേഷൻഷിപ്പ് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ട്. അപ്പോൾ ഇവിടെ എംപ്രർ ഞാൻ കാണുന്നു. എംപ്രർ ഏരീസ് എനർജിയാണ്. ഇതൊരു കുറച്ചൊരു സ്റ്റബേൺ പേഴ്സൻ്റെ എനർജിയാണ്. ഒരു
എൽഡർലി പേഴ്സൻ്റെ എനർജിയാണ്, ഒരു മെച്ചോർഡ് പേഴ്സൻ്റെ എനർജിയാണ്. ഇതിപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പർ ആയിരിക്കാം, ഓർ എൽസ് നിങ്ങൾ മേ ബി നിങ്ങളുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ടാവാം. അപ്പോൾ ഈ എംപറർ എനർജി ഇവിടെ ഏരീസ് എനർജി ഞാൻ നിങ്ങളുടെ സൈഡിലാണ് കാണുന്നത്. ഈ പേഴ്സൻ്റെ എനർജിയിൽ വേൾഡ് ആണ്. അപ്പോൾ ഈ പേഴ്സൻ്റെ എനർജിയിൽ ഞാനൊരു എൻഡിങ് എന്നൊരു പുതിയ ബിഗിനിങ് ആണ് കാണുന്നത്. അപ്പോൾ ഈതർ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് മുമ്പേ ഒരു എൻഡിങ് ഉണ്ടായിട്ടുണ്ട് ആൻഡ് അവർക്ക് തിരിച്ചു വരണം എന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, ഓറൽസ് ഇത് അവരുടെ ലൈഫിൽ ഒരു എൻഡിങ് ഉണ്ടായിട്ട് അവർക്ക് നിങ്ങളുടെ കൂടെ ഒരു പുതിയ ബിഗിനിങ് വേണം, അങ്ങനെയും ആവാം. ഇപ്പം നിങ്ങൾ കുറേ സ്ട്രോങ് ആയിട്ട് ഈ സിറ്റുവേഷനെ ഡീൽ ചെയ്യാൻ നോക്കണു. നിങ്ങൾ ടെംപ്റ്റഡ് ആണ് ഈ പേഴ്സൻ്റെ കൂടെ ഈ ബിഗിനിങ് ഉണ്ടാവാൻ. നിങ്ങൾക്കൊരു ടെംപ്റ്റേഷൻ ഉണ്ട്, പക്ഷെ നിങ്ങൾ കൺട്രോളാണ് ചെയ്യണത്. നിങ്ങൾ ഒന്നും റിയാക്ട് ചെയ്യാണ്ട് നോക്കുന്നുണ്ട്, ട്രൈ ചെയ്യുന്നുണ്ട്. മേ ബി ബിക്കോസ് നിങ്ങൾ ഓൾറെഡി വേറൊരു പേഴ്സൻ്റെ കൂടെ ആണ് വെച്ചാൽ ഇതൊരു ടെംപ്റ്റേഷൻ മാതിരി ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. ഇത് സ്ട്രെങ്ത് ലിയോ എനർജിയാണ്. അപ്പോൾ ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത്. അവർ നിങ്ങളുടെ ഒരു റെസ്പോൺസിനായിരിക്കും വെയിറ്റ് ചെയ്യുന്നുണ്ടാവുക. അവർ കുറേ ഹിൻറ്റ്സ് നിങ്ങൾക്ക് കൊടുത്തു ഓർ തരുന്നുണ്ട്, പക്ഷേ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു എഫേർട്ട് ഉണ്ടാവുമ്പോഴേ അവർ എന്തെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പം നിങ്ങളും ആക്ച്വലി സീക്രറ്റ്ലി ഈ പേഴ്സണെയാണ് മാനിഫെസ്റ്റ് ചെയ്യണം. ജെമിനി എനർജിയാണ് മജീഷ്യൻ. നിങ്ങൾക്ക് ഈ പേഴ്സൻ്റെ കൂടെ ഒരു ഫ്യൂച്ചർ വേണം എന്നുണ്ട്, പക്ഷെ ഒന്നും നിങ്ങൾ അങ്ങനെ ഒരു ആക്ഷൻ എടുക്കണില്ല. അതാണ് എനിക്ക് ഫീൽ ആവണത്. ഈ പേഴ്സൺ 2 ഓഫ് പെൻറ്റിക്കിൾസിലാണ്. അപ്പോൾ ഈ പേഴ്സൺ ഒരു ഇംബാലൻസ് ആണ് ഫീൽ ചെയ്യണത് ഈ സമയത്ത്. അവർ ഷുവർ അല്ല നിങ്ങളുടെ റെസ്പോൺസ് എന്താണെന്ന്. അപ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. ജഡ്ജ്മെൻറ്റ് ഇവിടെ എന്തുകൊണ്ടാണ്? ഓവറോൾ എനർജി നിങ്ങളുടെ കിങ് ഓഫ് സോഡ്സ്, നൈറ്റ് ഓഫ് സോഡ്സ്. അപ്പോൾ ഇതൊരു ക്വിക്ക് മൂവിങ് എനർജിയാണ്. ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ വന്ന പേഴ്സൺ ഇതൊരു സഡൻ അൺഎക്സ്പെക്റ്റഡ് ഒരു ഇൻസിഡൻ്റ് ആണ്. നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ലേ ഈ പേഴ്സൺ നിങ്ങളെ മെസ്സേജ് ചെയ്യും, ഇങ്ങനെ മെസ്സേജസ് അയക്കും, ഇങ്ങനെ ഇൻട്രസ്റ്റ് കാണിക്കും. അത് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ല. അപ്പോൾ ഇതൊരു സഡൻ സിറ്റുവേഷൻ ആണ്, ഒരു അൺഎക്സ്പെക്റ്റഡ് ഡെവലപ്മെന്റ് ആണ് നിങ്ങളുടെ ലൈഫിൽ. 10 ഓഫ് സോഡ്സും ഉണ്ട് ഇവിടെ. അപ്പോൾ 10 ഓഫ് സോഡ്സ് അഗൈൻ എനിക്ക് കിട്ടണത് മെസ്സേജ് എന്താ വെച്ചാൽ മേ ബി നിങ്ങൾക്ക് ഈ പേഴ്സൺ ഓൾറെഡി അറിയാം, മുമ്പേയും നിങ്ങളുടെ ഒരു പാസ്റ്റ് ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ പേഴ്സൺ ഇപ്പോൾ ഔട്ട് ഓഫ് ദ ബ്ലൂ സഡൻലി നിങ്ങളെ മെസ്സേജ് ചെയ്യണു. ആൻഡ് അത് കുറച്ചൊരു ഷോക്കിംഗ് ആണ് നിങ്ങൾക്ക്, എന്ന് വെച്ചാൽ നിങ്ങൾ അത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായില്ല. പക്ഷേ ഓൾറെഡി നിങ്ങൾ ഈ പേഴ്സണെ റിലീസ് ചെയ്തിരിക്കുന്നു. കാരണം നിങ്ങൾ ഒരു സമയത്ത് നിങ്ങളുടെ രണ്ടാളുടെയും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടായിരുന്നു മേ ബി. പക്ഷെ ഇപ്പോൾ നിങ്ങൾ ആ ജഡ്ജ്മെന്റ് കോൾ എടുത്തു. നിങ്ങൾ ഈ പേഴ്സണെ റിലീസ് ചെയ്തു, ലെറ്റ് ഗോ ചെയ്തു. പക്ഷെ ഈ പേഴ്സൺ തിരിച്ചു വരുന്നുണ്ട്. അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. പേജ് ഓഫ് സോഡ്സ്, ഇവിടെ പേജ് ഓഫ് വാൻഡ്സ്. അപ്പോൾ ഈ പേഴ്സൺ കുറച്ചൊരു ഇമ്മെച്ചോർ എനർജിയിലാണ് ഇപ്പോഴും. പക്ഷെ അവർ നിങ്ങളെ ഡെഫിനറ്റ്ലി മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ആൻഡ് ഇത് നിങ്ങളെ അറിയണ പേഴ്സൺ ആണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി ഈ പേഴ്സണെ റിലീസ് ചെയ്തിരിക്കണു മുമ്പേ. 6 ഓഫ് വാൻഡ്സ് ആൻഡ് 3 ഓഫ് സോഡ്സ്. അപ്പോൾ ഈ പേഴ്സൻ്റെ കൂടെ മുമ്പേ നിങ്ങളുടെ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഈ പേഴ്സൺ കുറേ ഫ്ലേർട്ടേഷ്യസ് ആയിരുന്നു ആ സമയത്ത്. അവർ നിങ്ങളല്ലാണ്ട് വേറെ ഓപ്ഷൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് ഉണ്ടായത്. നൈറ്റ് ഓഫ് കപ്സ് ഇവിടെ എന്താണ്? ഈ പേഴ്സണും വാക്ക് അവേ ചെയ്തു. നിങ്ങൾ രണ്ടാളുടെ ഡെഫിനറ്റ്ലി ഒരു ഹിസ്റ്ററി ഉണ്ട്. എന്നുവെച്ചാൽ ഈ പേഴ്സൺ വാക്ക് അവേ ചെയ്തിരിക്കുന്നു, പക്ഷെ ഇപ്പോൾ തിരിച്ചു വരുന്നുണ്ട് അവർ നിങ്ങളുടെ ലൈഫിൽ. എംപറർ ഇതാരാണ്? ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇത് നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം, ഓറൽസ് ഒരു ഫാദർ ആൻഡ് മദർ ഫിഗർ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. 4 ഓഫ് വാൻഡ്സ്. മേ ബി നിങ്ങൾക്ക് വേറെ പ്രഷേഴ്സ് ഉണ്ടാവും വീട്ടിൻ്റെ സൈഡിൽ നിന്ന് സെറ്റിൽ ഡൗൺ ആവാനോ അങ്ങനെ എന്തോ ഞാൻ ഇവിടെ ഒരു കപ്പിൾ കാണുന്നുണ്ട്. ആ കപ്പിളിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങളുടെ ലൈഫിൽ മേല് കുറേ ഉണ്ടാവും. ഓക്കെ, ഈ 4 ഓഫ് വാൻഡ്സ് എന്താണ്? 5 ഓഫ് കപ്സ്. അപ്പോൾ അഗൈൻ എനിക്ക് കിട്ടണ മെസ്സേജ് എന്താ വെച്ചാൽ ഇവിടെ മേ ബി നിങ്ങൾക്ക് കുറേ പ്രഷേഴ്സ് ഉണ്ടാവും സെറ്റിൽ ഡൗൺ ചെയ്യാൻ. നിങ്ങൾ സിംഗിൾ ആണ് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ് വെച്ചാൽ മേ ബി നിങ്ങളെ ഇടയ്ക്ക് ആ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ച് നിങ്ങൾ ഓൾവേസ് ഒരു റിഗ്രറ്റ് ഉണ്ട്, അത് ആ റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്തില്ല എന്ന്. ഈ വേൾഡ് എന്താണ് ഇവിടെ?
3 ഓഫ് കപ്സ് ഈ പേഴ്സണെ ഡെഫിനറ്റ്ലി റീകൺസൈൽ ചെയ്യണം എന്നുണ്ട് ആൻഡ് അവർ തിരിച്ചു വരും. ഓക്കെ, അത് ഒരു ഡെഫിനറ്റ് മെസ്സേജാണ് എനിക്ക് ഇവിടെ കിട്ടുന്നത്. സ്ട്രെങ്ത് ഇവിടെ എന്താണ്? സ്റ്റാർ. അപ്പം നിങ്ങൾ കുറെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഈ ഹിസ്റ്ററി റിപ്പീറ്റ് ചെയ്യണം എന്നില്ല. അപ്പം നിങ്ങൾ കുറെ പേഷ്യൻ്റ്ലി ഹോൾഡ് ബാക്ക് ആണ് ചെയ്യണത്. എന്ന് വെച്ചാൽ നിങ്ങൾ ഓൾറെഡി ഹീൽ ചെയ്തിരിക്കണു. എന്താ ഈ പാസ്റ്റിൽ ഉണ്ടായി വെച്ചാൽ അത് ഈസി ആയിരുന്നില്ല നിങ്ങൾക്ക്. നിങ്ങൾ ഓൾറെഡി ഹീൽ ചെയ്തിരിക്കണു, നിങ്ങൾ ഓൾറെഡി മൂവ് ഓൺ ചെയ്തിരിക്കണു. ഓൾദോ കുറച്ചൊരു റിഗ്രറ്റ് ഉണ്ട് പാസ്റ്റിനെ കുറിച്ച്. പക്ഷെ നിങ്ങൾക്ക് ആദ്യം ആ പ്രോസസ്സ്, ആ ഹാർട്ട് ബ്രേക്ക് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യണം എന്നില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു പേഷ്യൻ്റ് ആയിട്ട് ഹോൾഡ് ബാക്ക് ആണ് ചെയ്യണം. നിങ്ങൾ ഈ പേഴ്സണെ അത്ര എൻകറേജ് ചെയ്യണില്ല. 3 ഓഫ് വാൻഡ്സ് ഇവിടെ എന്താണ്? ഈ പേഴ്സൺ വെയിറ്റ് ആണ് ചെയ്യണത്. അവർക്ക് എന്താ വെച്ചാൽ മനസ്സിലാവണില്ല എന്താ ചെയ്യണ്ടതെന്ന്. അവർ എല്ലാം ശ്രമിച്ചു നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ, കോൾ ചെയ്യാൻ, ഇംപ്രസ് ചെയ്യാൻ. പക്ഷെ ഈ സിറ്റുവേഷൻ ഈ സമയത്ത് കുറച്ചൊരു സ്റ്റാഗ്നന്റ് ആണ്. ആൻഡ് അവർക്കും അറിയാണ്ട്, അവർ പറഞ്ഞാൽ അവർക്ക് എങ്ങനെയാ ഇപ്പം മൂവ് ഓൺ ചെയ്യേണ്ടതെന്ന് അറിയാണ്ടാണ് അവർ ഒരു സ്റ്റാഗ്നന്റ് സിറ്റുവേഷനിൽ. എന്നുവെച്ചാൽ അവർക്ക് നിങ്ങളുടെ അടുത്ത് വരണം എന്നുണ്ട്, റീകൺസൈൽ ചെയ്യണം എന്നുണ്ട്. പക്ഷെ ലെറ്റ് ഗോ ചെയ്യാനും അവർക്ക് ആവുന്നില്ല. അപ്പോൾ ഈ മെജിഷ്യൻ എന്താണ് ഇവിടെ? 3 ഓഫ് പെന്റിക്കിൾസ്. അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഈ പേഴ്സൻ്റെ കൂടെ. മേ ബി നിങ്ങളൊരു റിലേഷൻഷിപ്പ് ആയിരിക്കില്ല മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. മേ ബി നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ക്ലോഷർ വേണം എന്നുണ്ടാവും, ഓർ എൽസ് ജസ്റ്റ് ഒരു ഫ്രണ്ട്ഷിപ്പ് വേണം എന്നുണ്ടാവും. പക്ഷേ ഈ പേഴ്സൺ ഡെഫിനറ്റ്ലി നിങ്ങളുടെ കൂടെ റീകൺസൈൽ ചെയ്യണം എന്ന് അവർക്കുണ്ട്. എന്നുവെച്ചാൽ 6 ഓഫ് കപ്സ് ഉണ്ട് ഇവിടെ. 6 ഓഫ് കപ്സ് ഒരു റീകൺസിലിയേഷൻ്റെ മെസ്സേജാണ്. അതല്ലാണ്ട് ഈ പേഴ്സൺ പക്ഷെ ഷുവർ അല്ല നിങ്ങൾ യെസ് പറയോ നോ പറയോ എന്ന്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഫ്യൂച്ചർ ആക്ഷൻസ് എന്തായിരിക്കും? ഫ്യൂച്ചർ ആക്ഷനിൽ ക്വീൻ ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇവർ ഒരു ക്ലിയർ ആയിട്ട് നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകുന്നുണ്ട്, ഒരു ഓഫർ തരാൻ പോകുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ എന്താ ഡിസിഷൻ വെച്ചാൽ അതിനെ അവർ റെസ്പെക്ട് ചെയ്യും. പക്ഷേ ഇത് കുറേ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് മെസ്സേജ് ആയിരിക്കും. ടവർ. അപ്പോൾ ഇതൊരു സഡൻ മെസ്സേജ് ആയിരിക്കും. അൺഎക്സ്പെക്റ്റഡ്ലി ആണ് അവർ ഈ ക്വസ്റ്റ്യൻ നിങ്ങളോട് ചോദിക്കുക. നിങ്ങൾ കുറച്ച് ഷോക്ക്ഡ് ആവും. എന്ന് വെച്ചാൽ ഇത്ര ഡിറക്റ്റ് ആയിട്ട് ആരെങ്കിലും ഇങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്കും യുനോ ഒരു ഓക്വേർഡ്നെസ് ഉണ്ടാവും അത് ആൻസർ ചെയ്യാൻ. പക്ഷേ ഈ ഇതിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി റെഡി ആവുക, മെൻ്റലി പ്രിപ്പയർ ചെയ്യുക. എന്ന് വെച്ചാൽ ഇത് ഉണ്ടാവും. 8 ഓഫ് പെന്റിക്കിൾസ് ആണ് ഔട്ട്കം. ഈ 8 ഓഫ് പെന്റിക്കിൾസ് എന്താണ്? നൈറ്റ് ഓഫ് പെന്റിക്കിൾസ്. അപ്പം നിങ്ങളുടെ സൈഡിൽ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കുറേ ഇതിനെ സ്ലോ ആയിട്ടാണ് എടുക്കാൻ പോണത്. നിങ്ങൾ ഈ പേഴ്സണെ ഇമ്മീഡിയറ്റ്ലി ചിലപ്പോൾ റെസ്പോൺസ് തരില്ല, ഓറെൽസ് നിങ്ങൾ ഈ പേഴ്സണോട് പറയും അത് ഈ സമയത്ത് ഞാൻ ബിസിയാണ്, എനിക്ക് ഇതിന് സമയമില്ല. പക്ഷെ നിങ്ങളുടെ സൈഡിൽ നിന്ന് ഞാൻ ഒരു ഹെസിറ്റൻസി കാണുന്നു. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പിൽ അത്ര വേഗം ആദ്യം റീകൺസൈൽ ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് യുനോ സമയം എടുത്തിട്ട് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം, ഇതിൻ്റെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാൻ. ആൻഡ് നിങ്ങൾ ആ സമയം എടുക്കും. നിങ്ങൾ ഈ പേഴ്സൺ പറഞ്ഞുകൊണ്ട് ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് ആൻസർ ഒന്നും തരാൻ പോകില്ല. അപ്പോൾ ഞാൻ കാണുന്നത് എന്താ വെച്ചാൽ ഇതൊരു സ്ലോ മൂവിങ് പ്രോസസ് ആയിരിക്കും. പക്ഷെ ഡെഫിനറ്റ്ലി ഈ പേഴ്സൺ നിങ്ങളുടെ ഡയറക്ഷനിൽ വരും. അതാണ് എന്നുവെച്ചാൽ എല്ലാം കാർഡ്സ് അതാണ് ഇൻഡിക്കേറ്റ് ചെയ്യണേ ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന്. ഞാൻ ഒരു അഡീഷണൽ കാർഡ് എടുക്കാം. നിങ്ങളുടെ ഔട്ട്കം ഡെത്ത്. അപ്പോൾ ഡെത്തും അഗൈൻ ഒരു എൻഡിങ് എന്ന ന്യൂ ബിഗിനിങ്ങിൻ്റെ എനർജിയാണ് കാണുന്നത്. സ്കോർപ്പിയോ എനർജി ഉണ്ട് ഇവിടെ സ്ട്രോങ് ആയിട്ട്. വേറെ സൈൻസ് ഇവിടെ അക്വേറിയസ് ഉണ്ട്, ജെമിനൈ ഉണ്ട്, സ്കോർപ്പിയോ ഉണ്ട്, കുറേ പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ കാണാനുണ്ട്. അപ്പോൾ ഇതാണ് മേജർ സൈൻസ്. പക്ഷെ ഏതും സൈൻ ആവാം, ഈ സൈൻ തന്നെ ആവണം എന്നില്ല. ഇത് ജസ്റ്റ് ഞാൻ കണ്ടു അതുകൊണ്ട് നിങ്ങളോട് പറയണു. പക്ഷേ സയൻസിൽ ഫോക്കസ് ചെയ്യരുത്. മെസ്സേജ് റെസൊനേറ്റ് ആയാച്ചാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് മെസ്സേജാണ്. ഓക്കെ, അപ്പോൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമൻറ്റ് ചെയ്ത് പറയാതെ എങ്ങനെ റെസൊനേറ്റ് ചെയ്തു എന്ന്. ആൻഡ് നിങ്ങൾക്ക് കുറച്ചുകൂടിയും ഒരു ഡീറ്റെയിൽ ആയി നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ച് ഒരു റീഡിങ് വേണം വെച്ചാൽ ഒരു പേഴ്സണൽ റീഡിങ് ബുക്ക് ചെയ്യുക. എന്നുവെച്ചാൽ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാം ഭാഗം നിങ്ങൾക്ക് റെസൊനേറ്റ് ആവണം എന്നില്ല. ഇതിൻ്റെ ചില ഭാഗം റെസൊനേറ്റ് ആവും, ചിലത് റെസൊനേറ്റ് ആവില്ല. കുറേ സാജിറ്റേറിയസ് ഉണ്ട് ഈ ലോകത്തിൽ. അപ്പോൾ ഇത് ചിലപ്പോൾ വേറെ ആൾക്കാർക്ക് ആർക്കെങ്കിലും മെസ്സേജ് ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ഒട്ടും റെസൊനേറ്റ് ആവില്ല. അങ്ങനെയാണ് വെച്ചാൽ നിങ്ങളുടെ മൂൺ സൈൻ ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ വീഡിയോസും പിന്നെ നിങ്ങളുടെ മൂൺ സൈൻ എന്താ വെച്ചാൽ ആ വീഡിയോ നോക്കുക. അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതൽ ഒരു റെസൊനേറ്റ് ആവണ വീഡിയോ കിട്ടാം. ആൻഡ് ഞാൻ പറഞ്ഞ മാതിരി ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ ഒരു പ്രൈവറ്റ് റീഡിംഗ് ബുക്ക് ചെയ്യുക. പ്രൈവറ്റ് റീഡിംഗ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷെ അത് നിങ്ങളുടെ എനർജി കുറിച്ചാണ്. അപ്പോൾ
കൂടുതൽ അത് റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഇമെയിൽ ചെയ്യുക, ഇല്ല വെച്ചാൽ വെബ്സൈറ്റിൽ പോയിട്ട് വാട്സാപ്പിൻ്റെ ചാറ്റ് ഐക്കൺ ഉണ്ട്, അതിനെ ക്ലിക്ക് ചെയ്ത് ചാറ്റ് ചെയ്യുക. എൻ്റെ കൂടെ ഞാൻ അവിടെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് അയച്ചു തരും. ആൻഡ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. എത്രയും നിങ്ങൾ ലൈക്ക് ചെയ്യണു, എത്രയും നിങ്ങൾ കമൻറ്റ് ചെയ്യണു, അത്രയും എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റും. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ പ്ലീസ് എല്ലാ വീഡിയോസിനെ എൻ്റെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആൻഡ് ചാനലിനെ ഡെഫിനറ്റ്ലി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം വെച്ചാൽ സൂപ്പർ താങ്ക്സ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക ആൻഡ് സൂപ്പർ താങ്ക്സ് അയക്കുക എനിക്ക്. ആൻഡ് ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്ന്. ടിൽ ദെൻ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.